ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു മലയാളത്തിലെ ഒരു ചെറിയ സിനിമയാണെന്ന് തോന്നുന്നു. ഗുയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വലിയ അറിവില്ലാത്തൊരു പടമായിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ കേട്ടിട്ടില്ല. സൈദി കുറുപ്പ്, ദേവനന്ദ, പിന്നെ നിരഞ്ജൻ മണിയമ്പിള്ള രാജു, അപ്പൊ അവരൊക്കെയാണ് ഇതിനകത്ത് കുറച്ചുകൂടെ കാസ്റ്റിംഗ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു തെയ്യത്തിന്റെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഗുളികൻ എന്നുള്ള അങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. എന്ന് വെച്ചാൽ ഗു കൊടുത്തേക്കുന്നത് അതിനാണോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതിന്റെ ട്രെയിലർ ഉണ്ടാകും, നമുക്ക് കൂടുതൽ ഇതിനെ പറ്റി അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ആ ട്രെയിലർ ഉണ്ടോ മോളെ, ഈ സമയത്ത് പാടത്തോടെ നടക്കല്ലേ. ഗുളികൻ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. ഒരു പറമ്പിലും ഒരു കുഴപ്പമില്ല. ഇല്ല, പക്ഷെ അവിടെയാണ് പ്ലോട്ട് ട്വിസ്റ്റ്. ഏതോ ബാധ കയറിയതാണത്രേ. ഗുളികൻ ഇതുവഴി ചൂട്ടും കത്തിച്ച് പോവാറുണ്ടത്രേ. ഭയങ്കര കാഴ്ചയായിരുന്നു അത്. ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കാം. ഗുളികൻ, യക്ഷി, പ്രേതം, ബാധ, തെക്കേച്ചോവ, അങ്ങനെ ഒരു കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റും അതല്ല. അരൂപികളുടെ ലോകം, യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ലോകം. നമ്മൾ പറഞ്ഞ പോലെ ആ ഗുളികന്റെ ഗുയാണ്. അപ്പൊ നമ്മൾ പണ്ട് മുതലേ ഈ കേട്ട് ഒരുപാട് ഒരു മിത്താണല്ലേ. ഇപ്പൊ ഈ ഗുളികൻ, അതുപോലെ തന്നെ വരുത്തുപോക്കെന്നൊക്കെ പറയും. ഒരുപാട് നമ്മുടെ ചെറുപ്പകാലം അറിയാം. ഇപ്പൊ ഈ വലിയ മുത്തശ്ശികള്, നമ്മളുടെ മുതിർന്ന ആൾക്കാർ നമ്മളെ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് പേടിപ്പിക്കത്തില്ല. ഇപ്പൊ അതുവഴി പോകരുത്, അവിടെ വരുത്തുപോക്കുണ്ട്, ഗുളികൻ വരും, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ സന്ധിക്ക് ഇറങ്ങി അങ്ങനെ നടക്കരുത്, മുടി കഴിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ അന്നത്തെ കാലത്ത്. അപ്പം ഈ അത് കൂടുതലും ഈ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്ന നമ്മുടെ ചെറുപ്പകാലത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇതിനകത്തും എനിക്കൊന്ന് 2-3 കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നു, അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള, എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ കുട്ടികളുടെ ചിന്തയായിരിക്കും അങ്ങനെ വരുന്നെന്നുള്ളത്. ഇല്ല, ഈ മുത്തച്ഛകളും അവരൊക്കെ പേടിപ്പിച്ചു വെച്ചിട്ട് ആ പിള്ളേരുടെ ചിന്തകളാകാം, ചിലപ്പോൾ അത് സത്യമാകാം. അപ്പൊ ഇതിനകത്ത് അവസാനം ആരട്ടം പറയുന്നുണ്ട്, യാഥാർത്ഥ്യത്തിനും ഇല്ലേ ഈ പറയുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവമാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം എനിക്കൊന്നൊരു ഇതൊരു ഈ പറയുന്ന ഒരു ഹൊറർ ടച്ച് പടമാണ്. പിന്നെ മേക്കിംഗ് ഒരു ആവറേജ് ഫീൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. മേക്കിംഗ് ഭയങ്കര മേക്കിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, ഒരു ആവറേജ് ഫീല്. പിന്നെ ഇതിന്റെ സ്റ്റോറി നമുക്ക് നോക്കുമെങ്കിൽ ഈ പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഇല്ലേ ഇപ്പൊ നമ്മൾ കേട്ടു മറന്ന മിത്തുകള് അങ്ങനെയുള്ള കൂട്ടിക്കലർത്തിയുള്ള ഒരു സ്റ്റോറി ആയിരിക്കാം. നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇല്ലേ ഇപ്പൊ ഈ പറയുന്ന ഇതും നമ്മള് നല്ല രീതിയിൽ കണ്ടന്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും. അപ്പം വേറെ ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.